ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നേക്കണത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അച്ചാർ എന്ന് പറഞ്ഞാൽ വെറും അച്ചാറല്ല, പിണ്ടി അച്ചാർ, വാഴപ്പിണ്ടി അച്ചാർ. നമുക്ക് തുടങ്ങാം. നമുക്ക് ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതനുസരിച്ച് ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ് ഇട്ടേക്കണത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ എരിവ് ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് അതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ മുളക് പൊടിയായിട്ട് ഞാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പറയണത്. അതൊന്നും മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള പിണ്ടിയില്ലേ, ആ പിണ്ടി അരതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടി അതൊന്ന് തിളക്കണം. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു നുള്ളു കായപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാകും. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. നിങ്ങൾ അത് ഒരു ദിവസം ഇരുന്നിട്ട് രണ്ടാമത്തെ ദിവസം എടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും.